ഞങ്ങൾ റിയാദിൽ നിന്നും ഷാർഖ എന്ന സ്ഥലത്തുള്ള ഖുറൈമല ഡാം കാണുന്നതിനു വേണ്ടി പോകുവാനായിട്ട് തയ്യാറാക്കിയിട്ടുള്ള വാഹനങ്ങളാണ് ഇപ്പോൾ ഈ വീഡിയോയിൽ കാണുന്നത്. അങ്ങനെ എല്ലാവരും അവരവരുടെ വാഹനങ്ങളിൽ കയറി ഇരിപ്പിടം ഉറപ്പാക്കുന്നതിന് വേണ്ടി തയ്യാറായിക്കൊണ്ടിരിക്കുന്ന രംഗങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. അങ്ങനെ ഞാൻ വീഡിയോ എടുക്കുന്ന സമയത്ത് എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ളവർ ചില കമൻറ്റുകൾ പാസ്സാക്കുന്നതാണ് ഈ കാണുന്നത്. അങ്ങനെ ഞങ്ങൾ ഷാർഖ നഗരത്തെ ലക്ഷ്യമാക്കി റിയാദിൽ നിന്നും യാത്ര ആരംഭിച്ചു. ഞാനും എൻ്റെ ചെറിയ വാഹനത്തിൽ ഡ്രൈവ് ചെയ്യാൻ ആരംഭിച്ചു. ശേഷം വീഡിയോ പകർത്തുന്നതെല്ലാം എൻ്റെ ഒരു സുഹൃത്തായിട്ടുള്ള ഒരു അച്ചായനാണ്. ഈ മരുഭൂമിയിലൂടെയുള്ള യാത്ര തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഈ ഷാർഖ എന്ന സ്ഥലത്തേക്ക് എത്തുന്നതിന് വേണ്ടി റിയാദിൽ നിന്നും ഏകദേശം 150 കിലോമീറ്ററിനോ മുകളിൽ യാത്ര ചെയ്യേണ്ടതായിട്ടുണ്ട്. ആ സ്ഥലം ലക്ഷ്യമാക്കി ഞങ്ങൾ യാത്ര തുടർന്നുകൊണ്ടേയിരിക്കുന്നു. നോക്കൂ, ഈ സ്ഥലങ്ങളിലൂടെയെല്ലാം യാത്ര ചെയ്യുമ്പോൾ വളരെയധികം മനോഹരമായിട്ടുള്ള ദൃശ്യങ്ങളാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. സൂര്യൻ അതിശക്തിയോടെ പ്രകാശിച്ചു കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് മേഘങ്ങളിൽ കാണാൻ കഴിയുന്നത്. ഈ ഇരു റോഡിൻ്റെയും നടുവിലൂടെ വൃക്ഷങ്ങൾ വെച്ച് പിടിപ്പിച്ചിരിക്കുന്നത് ഈ നഗരത്തിൻ്റെ മനോഹാരിത വളരെയധികം വർദ്ധിപ്പിക്കുന്നതായിട്ട് വീഡിയോയിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു. അങ്ങനെ ഞങ്ങൾ ഈ പട്ടണത്തിൻ്റെയൊക്കെയും സൗന്ദര്യങ്ങൾ ആസ്വദിച്ചുകൊണ്ട് യാത്ര തുടർന്നുകൊണ്ടേയിരിക്കുന്നു. എൻ്റെ കൂടെ ഇരുന്ന് വീഡിയോ പകർത്തിക്കൊണ്ടിരിക്കുന്നത് വർഗീസ് അച്ചായനും പുറകിൽ ഇരിക്കുന്നത് ഷാജി ബ്രദറുമാണ്. ഞങ്ങളുടെ കൂടെ കടന്നു വന്നിട്ടുള്ള മറ്റു വാഹനങ്ങളാണ് ഞങ്ങൾക്ക് മുന്നിൽ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ യാത്ര ചെയ്ത് സർവശക്തനായ ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ ഞങ്ങൾ ആ ഡാം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. ഇനി അവിടുത്തെ വിശേഷങ്ങളാണ് ഞങ്ങൾ ഇനി കാണാൻ പോകുന്നത്.
പലയിടങ്ങളായി നിന്നുകൊണ്ട് ഞങ്ങളുടെ കൂടെ വന്നിട്ടുള്ളവർ ഫോട്ടോ എടുക്കുന്ന തിരക്കുകളിലാണ്. അങ്ങനെ ഫോട്ടോ എടുക്കുന്ന തിരക്കുകളിലാണ് എല്ലാവരും. ആകാശത്തേക്ക് നോക്കിയാൽ വളരെയധികം മനോഹരമായിട്ടുള്ള ദൃശ്യമാണ് നമുക്ക് ആകാശത്തും കാണുവാൻ കഴിയുന്നത്. അതുപോലെ തന്നെ അവിടെയുള്ള മരങ്ങൾ എല്ലാം വളരെയധികം മനോഹരമായിട്ട് കാണുവാൻ കഴിയുന്നു. ഇപ്പോൾ എൻ്റെ പുറകിലായി കാണുന്ന ഡാമിൻ്റെ നീളം എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ കാണുവാൻ കഴിയുന്നു. അങ്ങനെ എല്ലാവരും ഡാമിൻ്റെ മുകളിൽ കയറിയിരിക്കുന്നു. ഞാനും പതിയെ ഡാമിലേക്ക് കയറുകയാണ്. കണ്ടു കഴിഞ്ഞവരെല്ലാവരും താഴേക്ക് ഇറങ്ങി വരുന്നു. കുറേ പേർ മുകളിൽ നിന്ന് ആ ഡാമിൻ്റെ ഭംഗി ആസ്വദിച്ചു കൊണ്ടിരിക്കുന്നു. വളരെയധികം മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. കാലാവസ്ഥയും വലിയ ചൂട് ഇല്ലാത്തതിനാൽ വളരെയധികം നല്ലൊരു കാലാവസ്ഥ ആണ് ഇപ്പോൾ നമുക്കവിടെ ഉള്ളത്. മുന്നിൽ എല്ലാവരും ഫോട്ടോ ഒക്കെ എടുക്കുന്ന തിരക്കിലാണ്. അതിൻ്റെ വെള്ളത്തിലേക്ക് നോക്കിക്കഴിയുമ്പോൾ വെള്ളം വളരെയധികം കലങ്ങി മറിഞ്ഞ വെള്ളമാണ് നമുക്ക് ഇതിനകത്ത് കാണാൻ കഴിയുന്നത്.
ഇവിടെ ഈ ഭാഗത്തായിട്ടാണ് വെള്ളം തുറന്നു വിടുന്ന ഭാഗം. അങ്ങനെ നമ്മുടെ ജെയ്സൺ താഴെ ഇറങ്ങി വെള്ളം എങ്ങനെയുണ്ടെന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി താഴെ ഇറങ്ങി പോയിരിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. ഇത് അനീഷ് ബ്രദറിൻ്റെ വൈഫ് സൂസൻ സിസ്റ്ററും തൻ്റെ സുഹൃത്തും ആണ് നിൽക്കുന്നത്. ഇത് രോഹിത് ബ്രദറിൻ്റെ കസിൻ ബിജോയ്. ഇത് അജിത് ബ്രദർ. ഈ നിൽക്കുന്നത് ഞങ്ങളുടെ റജിച്ചായനാണ്. ഈ നിൽക്കുന്നത് ഞങ്ങളുടെ ഷാജി ബ്രദറും ദേവിച്ചൻ ബ്രദറും. ഈ നിൽക്കുന്നത് ജോബിൻ. ഇത് ബിജിച്ചാൻ. ഈ നിൽക്കുന്നത് സാം ബ്രദർ ആൻഡ് ജെയ്സൺ. പിന്നെ ഞങ്ങളുടെ കൂടെയുള്ള ചില സഹോദരിമാരാണിത്. ഇത് സക്കറിയ ചായൻ. അത് അനീഷ് ബ്രദർ. ഇത് എൻ്റെ കൂടെ വണ്ടിയിൽ നിന്നും വീഡിയോ എടുത്ത വർഗീസ് അച്ചായൻ. ഇത് ഞാൻ സ്നേഹത്തോടെ ബീച്ചാൻ എന്ന് വിളിക്കുന്ന ഫിലിപ്പച്ചായൻ. ഇത് സച്ചിൻ ബ്രദർ. പിന്നെ ഞാൻ വീഡിയോയുമായി വന്നപ്പോൾ വീഡിയോ എടുക്കാതിരിക്കാൻ വേണ്ടി എന്നെ തടയുന്ന ജീച്ചാൻ ആണിത്. ഫോട്ടോയ്ക്ക് പോസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇത് എൻ്റെ കൊച്ചു കൂട്ടുകാരനായ ജോൺ, അനീഷ് ബ്രദറിൻ്റെ മകനാണിത്. അങ്ങനെ എല്ലാവരും ഡാമിൽ നിന്ന് ഇറങ്ങി താഴെ വന്ന് ഇനി അല്പസമയം ഇവിടെ ചിലവഴിച്ചതിന് ശേഷം ഞങ്ങൾ ഇവിടെ നിന്ന് യാത്ര തിരിക്കേണ്ടതാണ്. അങ്ങനെ കുട്ടികളെല്ലാം അവിടെ ഓടി കളിച്ചുകൊണ്ടിരിക്കുന്നു. കുറേ പേർ ഫോട്ടോ എടുക്കുന്നു, കുറേ പേർ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. അങ്ങനെ വളരെയധികം മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയായിരുന്നു ഈ ഡാം. അങ്ങനെ ഞങ്ങൾ ഇവിടുത്തെ കാഴ്ച പൂർത്തിയാക്കി. ഇനി അടുത്ത മനോഹരമായിട്ടുള്ള ഒരു പാർക്കിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. ഈ കടന്നു വരുന്ന അജി ബ്രദറാണ് ഞങ്ങളെ ഈ സ്ഥലങ്ങളെല്ലാം കാണിക്കുന്നതിന് വേണ്ടി കൂട്ടിക്കൊണ്ടുവന്നത്. ഞങ്ങളുടെ ഗൈഡായിട്ടാണ് കടന്നു വന്നിരിക്കുന്നത്. എന്തായാലും വളരെയധികം മനോഹരമായിട്ടുള്ള നിമിഷങ്ങളായിരുന്നു ഇവിടെ ചിലവഴിച്ചത്. അടുത്തത് ഞങ്ങൾ ഈ കാണുന്ന പാർക്കിലേക്കാണ് പോകുന്നത്. അവിടെ വളരെയധികം നല്ല സീനറികളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അടുത്ത വീഡിയോ ഈ പാർക്കിലെ ദൃശ്യങ്ങളുമായി അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും നന്ദി.